Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 29 സബ്സെക്ഷൻ 2, 3, 4, 5 ഇതായിരുന്നു പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, who has the right to attend committee and general body meetings of a cooperative society under section 29 subsection 2? Answer, the registrar or any person deputed by him and the director of cooperative audit or any person deputed by him. സെക്ഷൻ 29(2) പ്രകാരം കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനുള്ള അവകാശം ആർക്കൊക്കെയാണ്? ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം, രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടേക്കുന്ന ആൾക്കോ, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ചിരിക്കുന്ന ആൾ, അവർക്കൊക്കെയാണ് ഈ സെക്ഷൻ 29(2) പ്രകാരം ജനറൽ ബോഡിയിലും കമ്മിറ്റിയിലും പങ്കെടുക്കാനുള്ള അവകാശമുള്ളത്. Question number 2, what happens if the board fails to convene the annual general meeting within the stipulated time under section 29 subsection 3? Answer, the registrar or a person authorized by him can convene the annual general meeting within 90 days and the expenses will be borne by the cooperative society. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് സെക്ഷൻ 29(3) പറയുന്നത്. ഈ നിശ്ചിത സമയമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി വിളിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഈ നിശ്ചിത സമയപരിധി എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ, ആ സമയത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ചില്ല എങ്കിൽ പിന്നെ വരുന്ന 90 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തിയോ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് സൊസൈറ്റി തന്നെ മീറ്റ് ചെയ്യുകയും വേണം എന്നാണ് 29(3) പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3, what is the penalty for board members responsible for not convening the annual general meeting under section 29 subsection 4? Answer, they will be disqualified for 1 term from being elected as committee members, cannot continue as members of the society and are liable for other provisions of the act. കമ്മിറ്റി മെമ്പേഴ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയില്ല എങ്കിൽ സെക്ഷൻ 29(4) അവർക്കുള്ള പെനാൽറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? അവർ ഒരു ടൈമിലേക്ക് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് അയോഗ്യരാകും. അതുപോലെ സൊസൈറ്റിയിൽ മെമ്പേഴ്സായിട്ട് തുടരാൻ സാധിക്കില്ല. പിന്നെ പറയുന്നത് നിയമത്തിലെ മറ്റു വ്യവസ്ഥകൾക്കും അവർ ബാധ്യസ്ഥരായിരിക്കുമെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, what details must be included in the notice of the general meeting under section 29 subsection 5? Answer, the notice must mention the place, date, hour of the meeting and agenda and must be given to every member. ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുന്നതിനുള്ള നോട്ടീസിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 29(5) പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ്? നോട്ടീസ് മസ്റ്റ് മെൻഷൻ ദ പ്ലേസ്, എവിടെ വെച്ചാണ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുന്നത്, ഏത് ദിവസമാണ്, ഡേറ്റ്, അവർ ഓഫ് ദ മീറ്റിംഗ്, ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ്, പിന്നെ എന്തൊക്കെയാണ് അതിനകത്തുള്ള കാര്യപരിപാടികൾ, അതാണ് അജണ്ട. ആൻഡ് മസ്റ്റ് ബി ഗിവൺ ടു എവരി മെമ്പർ, എല്ലാ മെമ്പേഴ്സിനും ഇത് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അടുത്തതായി നമുക്ക് സെക്ഷൻ 30 പഠിക്കാം. സെക്ഷൻ 30, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്സ്. Section 30 subsection 1,
The committee of a society may at any time call a special general body meeting of the society and shall call such meeting within 1 month after receipt of a requisition in writing from the registrar or from such a number of members or a proportion of the total number of members as may be prescribed. സെക്ഷൻ 30 പറയുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കമ്മിറ്റിക്ക് ഏത് സമയം വേണമെങ്കിലും വിളിക്കാം. അത് സെക്ഷൻ 30(1) പറയുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെ വിളിക്കുന്നത് ആരൊക്കെ പറഞ്ഞിട്ടാവാം, ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കാം എന്നും പറയുന്നുണ്ട്. രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാം. അതുപോലെ തന്നെ കുറച്ച് മെമ്പേഴ്സിൻ്റെ ആവശ്യപ്രകാരവും വിളിക്കാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഒരു നിശ്ചിത ശതമാനം ആളുകൾ ആവശ്യപ്പെട്ടാലും അവരാവശ്യപ്പെട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ സ്പെഷ്യൽ ജനറൽ ബോഡി വിളിക്കാവുന്നതാണ്. അതാണ് സെക്ഷൻ 30 സബ്സെക്ഷൻ 1 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 30 സബ്സെക്ഷൻ 2. If a special general body meeting of a society is not called in accordance with the requisition referred to in subsection 1, the registrar or any person authorized by him in this behalf shall have power to call such a meeting, and that meeting shall be deemed to be a meeting called by the committee. സെക്ഷൻ 30(2) പറയുന്നു, രജിസ്ട്രാറുടെയോ അല്ലെങ്കിൽ അംഗങ്ങളുടെയോ നിർദ്ദേശപ്രകാരം വിളിച്ചു കൂട്ടേണ്ടുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയില്ല എങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിരിക്കുന്ന വ്യക്തിയോ ഈ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടും. അത് കമ്മിറ്റി വിളിച്ചു കൂട്ടുന്ന അതേ പവറോടുകൂടി അതേപോലെ തന്നെയുള്ള മീറ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 30 സബ്സെക്ഷൻ 3. Notwithstanding anything contained in subsection 1 or subsection 2, the registrar or any person authorized by him in this behalf may at any time call a special general body meeting of the society in such manner and such time and place within the area of its operation as he may direct, and such meeting shall be deemed to be a meeting called by the committee. ഇവിടെ പറയുന്നു, സബ്സെക്ഷൻ 1-ലും 2-ലും എന്തുതന്നെ പറഞ്ഞാലും രജിസ്ട്രാർക്കോ അദ്ദേഹം ഇതിനായി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തിക്കോ ഏതു സമയത്തും അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിലും സമയത്തും സ്ഥലത്തും എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനുള്ളിലായിരിക്കണം, സൊസൈറ്റിയുടെ ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാവുന്നതാണ്. അത്തരമൊരു യോഗം കമ്മിറ്റി വിളിക്കുന്ന ഒരു യോഗമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 30 സബ്സെക്ഷൻ 4. Notwithstanding anything contained in the bylaws of a society, the registrar or any person authorized by him in this behalf may at any time summon a meeting of this committee of the society, and that meeting shall be deemed to be a meeting called in accordance with the bylaws of the society, and shall have power to transact all business which can be transacted at a meeting of the committee under the bylaws of the society, and such other business as is specially mentioned in the requisition made by the registrar or the person authorized. 34 എന്താണ് പറയുന്നത്? സൊസൈറ്റിയുടെ ബൈലോയിൽ എന്തൊക്കെ പറഞ്ഞാലും രജിസ്ട്രാർക്കോ അദ്ദേഹം ഇതിനായി നിയോഗിക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്കോ എപ്പോൾ വേണമെങ്കിലും സൊസൈറ്റിയുടെ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിക്കാവുന്നതാണ്. ആ യോഗം സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം വിളിച്ചു ചേർത്ത യോഗമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇനിയോ സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം കമ്മിറ്റിയുടെ യോഗത്തിൽ നടത്താവുന്ന എല്ലാ ബിസിനസ്സുകളും രജിസ്ട്രാർ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ നടത്തുന്ന
അഭ്യർത്ഥനയിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്ന, അതായത് പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്ന മറ്റ് ബിസിനസ്സുകളും നടത്താവുന്നതാണ്. അതിനുള്ള അധികാരവും ഈ ഓതറൈസ്ഡ് പേഴ്സണ് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ 30 subsection 5. The registrar or any other person deputed by him shall have the right to attend the committee or general body meeting of any society convened in accordance with the provisions of this section. 35 പറയുന്നു, ഈ വകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി വിളിച്ചുകൂട്ടുന്ന ഏതൊരു സൊസൈറ്റിയുടെയും കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിലേക്കോ പങ്കെടുക്കാൻ രജിസ്ട്രാർക്കോ അദ്ദേഹം നിയോഗിക്കപ്പെട്ട വ്യക്തിക്കോ അവകാശമുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇതിലെ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയി കൊടുത്തിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 30 subsection 1. Committee may call special general body meeting at any time. Must call meeting within 1 month on written requisition from registrar or prescribed members. Section 30 subsection 2. If committee fails to call meeting, registrar or authorized person may call it. Such meeting deemed to be called by committee. Next, section 30 subsection 3. Registrar or authorized person may call a special general body meeting anytime. Can decide manner, time, place. Deemed to be meeting called by committee. Section 30 subsection 4. Registrar or authorized person may summon meeting anytime. അടുത്ത പോയിൻ്റായി പറയുന്നു, ഡീംഡ് ടു ബി കോൾഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ബൈലോസ്. ക്യാൻ ട്രാൻസാക്ട് ഓൾ ബിസിനസ് അലൗഡ് അണ്ടർ ബൈലോസ് ആൻഡ് സ്പെഷ്യൽ ബിസിനസ് മെൻഷൻഡ് ഇൻ റിക്വസിഷൻ. നെക്സ്റ്റ് സെക്ഷൻ 30 subsection 5. രജിസ്ട്രാർ ഓർ ഓതറൈസ്ഡ് പേഴ്സൺ ഡെപ്യൂട്ടഡ് മേ അറ്റൻഡ് കമ്മിറ്റി ഓർ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻഡ് അണ്ടർ ദിസ് സെക്ഷൻ. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു വാസ് ദ ഗുരു ഓഫ് ദി അദ്വൈത ഫിലോസഫർ ആദിശങ്കര? ആൻസർ ഗോവിന്ദ ഭഗവത് പട. നെക്സ്റ്റ് മീനിങ് ഓഫ് പ്രിമിറ്റീവ്. ആൻസർ ആൻഷ്യൻ്റ്, പുരാതനമായ. നെക്സ്റ്റ് ഫൈൻഡ് ദ ഓഡ് വൺ. PRT HJL KMO BDF. ആൻസർ ഈസ് KMO. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇവിടെ PRT എന്ന് പറയുന്നത് Pനെ 16 എടുത്തേക്കുന്നു, Rനെ 18 എടുത്തേക്കുന്നു, Tനെ 20 എടുത്തേക്കുന്നു. ഇതെങ്ങനെയാണ്? A to Z നമ്മൾ എഴുതുമ്പോൾ A1 B2 C3 അങ്ങനെ നമ്പർ ഇട്ടു. ആ നമ്പർ ബേസിലാണ് ഈ നമ്പർ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യയായ 54 വരുന്നത്. അടുത്തത് HJL 8, 10, 12 അപ്പോൾ 30, അതും ഇരട്ട സംഖ്യയാണ്. അടുത്തത് KMO 11, 13, 15 അത് കൂട്ടുമ്പോൾ 39 വരുന്നു. അവിടെ എല്ലാം അപ്പോൾ ഒറ്റ സംഖ്യയാണ്. BDFനും വീണ്ടും ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ടാണ് ഇവിടെ KMOനെ ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. അതാണ് ഓഡ് വൺ. Now your turn to answer. Question number 1. Dash is the largest lake in Kerala. Next question, meaning of proximity. Next question, 4 numbers have been given, out of which 3 are alike in some manner and 1 is different. Select the one that is different. Leave your answer in the comment box and stay tuned for the next episode. Thank you.